ഹലോ ഗൈഡ്സ്, നമുക്കൊരു പന്നീർ മസാല ഉണ്ടാക്കിയാലോ? ഞാൻ അങ്ങനെ ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യുന്ന ആളല്ല, എന്നാലും ഞാനൊരു കുക്കിംഗ് വീഡിയോ ചെയ്ത് നോക്കിയതാട്ടോ. അപ്പോൾ നമ്മൾ ഈ പന്നീർ മസാല എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് പറയാം. ഇതിൽ ഞാൻ കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം ഞാൻ ഇതിൽ കുറച്ച് ഗീയും സൺഫ്ലവർ ഓയിലും പിന്നെ നമ്മൾ ബിരിയാണിയിലിടുന്ന സ്പൈസസ് ഒക്കെ ഉണ്ടല്ലോ, അതും കൂടെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് അതിലേക്ക് ഞാൻ നമ്മൾ കുഞ്ഞു കുഞ്ഞു പീസൊക്കെ കട്ട് ചെയ്തെടുത്ത് സവാളയും കൂടി ഇട്ട് പിന്നെ കുറച്ച് നട്ട്സും പിന്നെ നമ്മളെ ചില്ലി ഉണ്ടല്ലോ, ഗ്രീൻ ചില്ലി, അതിനെ കുറച്ച് കട്ട് ചെയ്തിട്ടിട്ട് അതും കൂടി ഇതിലുണ്ട്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ഓൾമോസ്റ്റ് ഒന്ന് കുക്കായി വരുമ്പോഴത്തേക്കും നമ്മളുടെ ടൊമാറ്റോയുടെ പേസ്റ്റും കൂടെ ഇതിനോടൊപ്പം ആഡ് ചെയ്യാം. ഇതിൻ്റെ അളവും കാര്യങ്ങളും എത്രയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരുടെ എണ്ണ അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഇപ്പോൾ ഒരു 2 വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്, അതുപോലെ തന്നെ 2 വലിയ ടൊമാറ്റോയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ടൊമാറ്റോയുടെ ഉള്ളിലുള്ള വെള്ളമെല്ലാം ഒന്ന് വറ്റി നമ്മളുടെ സവാളയുടെ പൈറ്റ് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് വരണം കേട്ടോ. അതിന് മാത്രം വെച്ചാൽ ഒത്തിരി സമയം ഒന്നും എടുക്കുന്നത്. അപ്പോൾ ആ വെള്ളമെല്ലാം ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമ്മളുടെ സ്പൈസസൊക്കെ ഒന്ന് ആഡ് ചെയ്യാം. നമ്മളുടെ ചില്ലി പൗഡർ, പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, ഇതൊക്കെ ഞാൻ എല്ലാം ഒരു സ്പൂണാണ് ഇട്ടേക്കണേ. ഞാൻ കുഞ്ഞു സ്പൂൺ ആയതുകൊണ്ട് ഒരു സ്പൂണും കൂടെ എക്സ്ട്രാ ഇടുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് ഓൾമോസ്റ്റ് നല്ല പോലെ ഒന്ന് കുക്ക് ചെയ്ത് വരുമ്പോൾ നമ്മളിതിനെ ഒന്ന് കുറച്ച് നേരം ഓഫ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇതിനെ ഒന്ന് തണുപ്പിക്കണം കേട്ടോ. തണുപ്പിച്ചിട്ട് ഞാനിപ്പോൾ ഇതിനെ മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ടാണ് ഞാൻ കുറച്ചൊന്ന് സമയം വേണ്ടി വരും, പക്ഷേ എന്നാലും നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു പനീർ മസാലയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഈ മസാലക്കൂട്ടെല്ലാം നല്ലപോലെ ഒന്ന് വഴണ്ടി വരണം, നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് വരണം. അത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചാൽ പെട്ടെന്ന് അത് കുക്കാവും കേട്ടോ. എന്നിട്ട് ആണ് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് നേരം നമുക്കിത് ഒന്ന് ചൂടാറിയ ശേഷം മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ മിക്സിയിലിട്ട് അടിച്ച പേസ്റ്റാണ് ഈ കാണുന്നത്. അപ്പോൾ ആ അടിച്ച പേസ്റ്റിലുള്ള ചിലപ്പം കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വറ്റി വരണം. അതൊന്ന് കുക്കായി വരുമ്പോൾ ജസ്റ്റ് ഒന്ന് തിളയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഗീ ആണെങ്കിൽ അത് എല്ലാവരുടെ ഓപ്ഷനാണ് കേട്ടോ. നിങ്ങൾക്ക് ഗീയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഇടുക. ഗീയുടെ ടേസ്റ്റ് ഇടുമ്പോഴാണ് കുറച്ചും കൂടി നല്ലൊരു ഫ്ലേവറും നല്ലൊരു മണവും ഒക്കെ ഉണ്ടാവുക കേട്ടോ. അപ്പം കുറച്ച് ഗീയും കൂടി ഞാൻ ഇതിലിപ്പോൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് ഞാൻ സവാള ഫ്രൈ ചെയ്ത സമയത്ത് ഇടയ്ക്ക് കുറച്ച് ഗീ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗീയുടെ ടേസ്റ്റുള്ളവർ ഗീ ഇടുക. എന്നിട്ട് ഈ സമയത്താണ് നമ്മളുടെ ഉപ്പൊക്കെ ടേസ്റ്റും ഒക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യുക. എന്നിട്ടാണ് നമ്മൾ മെയിൻ താരമായിട്ടുള്ള പന്നീറിനെയും കൂടെ ഇതിനോടൊപ്പം മിക്സ് ചെയ്ത് എടുക്കേണ്ടത്. അതും കൂടിയിട്ട് നല്ലപോലെ അതിൽ അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ലാസ്റ്റ് കുറച്ച് ഗരം മസാലയും പിന്നെ കുറച്ച് കസ്തൂരി മേത്തിയും കൂടെ ഇതിനോടൊപ്പം ഇട്ട് ജസ്റ്റ് ഒരു 5 to 10 minutes അടച്ചു വെച്ചിട്ട് ഒന്നൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മളുടെ പന്നീർ മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പന്നീർ മസാലയാണ്. എല്ലാവരും ട്രൈ ചെയ്തൊന്ന് നോക്കാം കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം.